എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു ചെറുതേൻ എടുക്കാൻ പോവാണ്. അതായത് നമ്മൾ ഒരു പഴയ ഒരു വീടിന്റെ ജനലിൽ ഫിറ്റ് ചെയ്ത ഈ രാജചേട്ടനാണ് അതിന്റെ സ്പെഷ്യലിസ്റ്റ്. രാജചേട്ടനാണ് അത് സെറ്റ് ചെയ്തതും ഇത് തേൻ എടുക്കാൻ പോകുന്നതും. അപ്പം രാജചേട്ടനോട് നമുക്ക് ആ തേൻ എടുക്കുന്ന രീതി, തേൻ സെറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. രാജേട്ടാ, ഇത് ഏത് മാസത്തിലാണ് ഈ പെട്ടി സെറ്റ് ചെയ്യുന്നത്? അത് മാസം കറക്റ്റ് പറയാനൊക്കില്ല. ഓരോ വർഷത്തില് മഴ വരുന്നു എടുക്കുന്നതിൻ്റെ അനുസരിച്ച് ഇതുണ്ടാവും. ചെറുതേനെന്ന് പറയുന്നത് കുഞ്ഞീച്ചയാണ്. അത് കൊണ്ടുവരുന്ന തേനല്ല കൊണ്ടുവരുന്നത്, അത് പൂമ്പൊടിയാണ് കൊണ്ടുവരുന്നത്. ആ പൂമ്പൊടി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് അത്ര അറിയുന്ന ഒരു 4 മാസമെങ്കിലും കഴിഞ്ഞെങ്കിൽ അത് തേനാവുകയുള്ളൂ. ആ തേനാകുന്ന രീതി ഇപ്പോൾ ഞാനിപ്പോൾ ഈ പെട്ടി പൊളിക്കാൻ പോകുന്നത് ഇപ്പോൾ വൈകിട്ടാണ് എടുക്കണ്ടേ. ഇന്നിപ്പോൾ ഉച്ചനേരം കഴിഞ്ഞപ്പോഴാണ് എടുക്കുന്നത്. മേളിലത്തെ മൂടിയാ നമ്മൾ ഈ പെട്ടി ചെറിയൊരു പലക ഉപയോഗിച്ചുള്ളൊരു ചെറിയൊരു പെട്ടിയാണ്. അതായത് 4 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളമുള്ള ഒരു പെട്ടിയാണ്. ഇതിനകത്താണ് നമ്മൾ ഈ തേനീച്ചയെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ചെറുതേനീച്ചയെ. നമ്മൾ തേനെടുക്കുമ്പോൾ ഈ തേനീച്ച കയറി ഇറങ്ങുന്ന ഈ ഹോളിൽ കൂടെയാണ് നമ്മൾ ഈ ഹോളിലൊരു നല്ല പ്ലാസ്റ്റിക് കുപ്പി അടപ്പ് തുറന്ന് പിടിച്ച് ഈച്ചയെല്ലാം നമ്മൾ ഈ കുപ്പിക്കകത്തോട്ട് കയറ്റി വിടും. എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ ചെറുതായിട്ടൊന്ന് തട്ടിയുമ്പോൾ ഈ ഈച്ചയെല്ലാം ഇളകി, അതിനകത്തുള്ള വലിയ ഈച്ചകളെല്ലാം ഇളകി ഈ കുപ്പിക്കകത്തോട്ട് കയറും. എന്നിട്ട് ഇത് നമ്മൾ അടച്ച് മാറ്റിയിട്ടാണ് നമ്മൾ ഈ പെട്ടി തുറന്ന് നമ്മൾ ഇതിനുള്ളിലുള്ള തേൻ എടുക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തേനിലുള്ള വ്യാജന്മാരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പെട്ടി എടുത്ത് നമ്മൾ തുറക്കുവാണ്. ഇത് തുറന്നിട്ട് കണ്ടോ, ഇതേപോലെ തുറന്നു കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. അതായത് നമ്മുടെ പെട്ടിക്കകത്ത് നിറച്ച് തേനുണ്ട്. ഈ കാണുന്നതാണ് ആ തേൻ ഇരിക്കുന്ന ഭാഗം. അതായത് ഈ അപ്പുറം 2 സൈഡിലിരിക്കുന്നതാണ് ഇതിനകത്തെ തേന്. ഇതിൻ്റെ നടുക്കിരിക്കുന്നത് തേനീച്ചയുടെ മുട്ടയും അതുപോലെ കുഞ്ഞു തേനീച്ചകളുമാണ് ആ നടുക്കിരിക്കുന്നത്. അതിൻ്റെ അപ്പുറം ഇപ്പുറമാണ് നമ്മുടെ തേന് ഇരിക്കുന്ന സംഭവം. നമ്മൾ അപ്പുറേന്നും ഇപ്പുറേന്നുമാണ് ഈ തേൻ ഇളക്കി എടുത്ത് നമ്മൾ തേന് പിഴിഞ്ഞെടുക്കുന്ന ഈ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന സംഭവത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഈ മുകളിൽ മഞ്ഞ കളറിൽ കാണുന്നത് പൂമ്പൊടിയാണ് കേട്ടോ. ഈ തേനീച്ചയുടെ പൂമ്പൊടിയാണ്. നമ്മളിത് തേനെടുക്കുമ്പോൾ ഈ പൂമ്പൊടി മാക്സിമം മാറ്റി വെച്ചിട്ടാണ് എടുക്കുന്നത്. പൂമ്പൊടി കൂട്ടി നമ്മൾ തേൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു പുളിരസം ഉണ്ടാവും. അപ്പോൾ ഈ പുളിരസം ഇല്ലാതെ നമ്മൾ ഒറിജിനൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പൂമ്പൊടി ഇല്ലാതെ തന്നെ നമ്മളത് പിഴിഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിതുപോലെ എടുത്തിട്ട് ഈ പെട്ടിക്കകത്തുനിന്ന് നമ്മൾ ഈ തേനുള്ള ഭാഗം എടുത്ത ഇതിനകത്ത് മെഴുകുമുണ്ട്, അതും ചേർത്ത് നമ്മൾ അടത്തി എടുത്തിട്ടാണ് നമ്മൾ ഈ തേൻ ഇതിനകത്തുനിന്ന് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ പെട്ടിക്കകത്തുനിന്ന് ആ തേനിരിക്കുന്ന ഭാഗം മൊത്തം അടത്തി ഈ ഒരു നല്ല പാത്രത്തിനകത്ത് എടുക്കണം. ആദ്യം നമ്മൾ തേൻ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചെറുതേൻ മേടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുതേൻ എന്ന് പറയുന്ന ഒത്തിരി വ്യാജന്മാരിറങ്ങുന്നുണ്ട്. അതായത് കുറ്റിപ്പല്ലി, വൻതേനീച്ച, അതൊക്കെ ചെറുതേനാണെന്നും പറഞ്ഞ് വിൽക്കുന്നുണ്ട്. പക്ഷേ അറിയാവുന്നവരെ കൊണ്ടൊന്ന് നോക്കി തന്നെ മേടിക്കണം. കാരണം ഈ ചെറുതേനീച്ചയുടെ തേൻ എന്ന് പറയുന്ന ഒത്തിരി ഔഷധ ഗുണങ്ങളും മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് മേടിക്കുന്നവർ ആ ഉദ്ദേശം കൊണ്ട് മേടിക്കുന്നവർ അത് കറക്റ്റ് ആ സാധനം തന്നെ മേടിക്കണം, മാറിപ്പോകരുത്. അങ്ങനെ ഇതുപോലെ നമ്മൾ നല്ല ബലമുള്ള സ്പൂൺ കൊണ്ട് ഈ തേനും ഇതെല്ലാം കൂടെ ഇരിക്കുന്ന സംഭവങ്ങളെ ഇളക്കി നമ്മൾ പാത്രത്തിലിട്ട് എടുത്ത് നമ്മളീ കാണുന്നത് ഈ തേനീച്ചയുടെ മുട്ടയാണ് കേട്ടോ. ഈ ചെറുതേനീച്ചയുടെ മുട്ടയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഈ കൊണ്ടുവന്ന ഈ മെഴുകും അതെല്ലാം കൂടെ ചേർന്ന സാധനം ഒരു നല്ലൊരു കോട്ടൻ്റെ തുണിയിൽ നമ്മൾ ഒഴിച്ച് നല്ലപോലെ ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. നമ്മുടെ തേന് അതുപോലെ പിഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും തേൻ. നമ്മൾ പിഴിഞ്ഞെടുത്ത തേനാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ ചെറുതേൻ അങ്ങനെ എടുത്തു, അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഒറിജിനൽ പ്യുവർ തേൻ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളെ കാണിച്ചു തരാം.
ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം. നമ്മുടെ രാജേട്ടന് തന്നെ അത് കൊടുക്കാം. സൂപ്പർ, അടിപൊളിയാണ്. അങ്ങനെയാണെന്ന് പറഞ്ഞേ, ഇവരൊക്കെ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളാണ്. സൂപ്പർ, അടിപൊളി.